ഹലോ ഗൈസ്, റിയൽ ആർട്ടിസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫലൂദയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ബാക്കി ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പുഡിംഗ് സെറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രെഡിൻ്റെ 4 സൈഡ് കട്ട് ചെയ്തിട്ട് ഈ പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ അതിനെ കുറച്ച് കസ്റ്റാർഡ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റാർഡ് ഇല്ലാത്തവർ പാല് ജസ്റ്റ് ഒന്ന് വാനില എസൻസ് ഒട്ടിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എസൻസ് ഒട്ടിച്ച് അതിനകത്തോട്ട് ലേശം ചൂടായി വരുമ്പോൾ കോൺഫ്ലവർ കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കട്ട് ചെയ്യാൻ ശേഷം ഇറക്കി വെച്ചാൽ മതി. ദെൻ ഞാൻ ഈ ബ്രെഡ് അതിൻ്റെ മുകളിൽ ലെയറായിട്ട് വെച്ചു. എന്നിട്ട് അഗെയിൻ ഞാൻ എന്ത് ചെയ്തു, കസ്റ്റാർഡ് ഒന്നുകൂടെ തൂക്കി കൊടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ സ്ട്രോബെറിയുടെ കസ്റ്റാർഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ വാനിലയുടെ കസ്റ്റാർഡാണ് ഒന്നുകൂടെ അടിപൊളിയായത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ദെൻ അതിൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ലെയർ കൂടെ ബ്രെഡ് സെറ്റ് ചെയ്തു. ശേഷം ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്തു, മിൽക്ക് മെയ്ഡ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഞാൻ ഫ്രീസറിൽ പാല് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല കട്ടിയായിട്ടുള്ള പാല്. അതും മാങ്ങയും കൂടെ കൂട്ടി നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് ജ്യൂസാക്കി എടുത്തിട്ടുള്ളതാണ്. മാംഗോ ഷേക്കാണ്, കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്തിട്ടുണ്ട്, അത് നെക്സ്റ്റ് ലെയറായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ